അങ്ങനെ വീണ്ടും കുട്ടനാട്ടിലെ വഴികളിലൂടെ യാത്ര ചെയ്യുകയാണ്. കിടങ്ങറ മങ്കൊമ്പ് റോഡാണിത്. പുളുങ്കുന്നിലെ വലിയ പള്ളിയായ സെന്റ് മേരീസ് ഫൊറോന ചർച്ചാണ് ഇന്നത്തെ ലക്ഷ്യം. ഈ ഗ്രാമത്തിൻ്റെ ഇടവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിമനോഹരമായ ഗ്രാമീണ കാഴ്ചകൾ കാണുവാൻ സാധിക്കും. തോടും പുഴയും വഞ്ചികളും തെങ്ങിൻ തോപ്പുകളും പള്ളികളും അമ്പലങ്ങളും ഒക്കെ ആ കാഴ്ചകളിലുണ്ടാകും. അങ്ങനെ ഈ ചെറിയ തോടിൻ്റെ തീരത്തുകൂടി കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് പുളുങ്കുന്ന് പള്ളിയിലെത്താം. മണിമലയാറിൻ്റെ തീരത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പുഴയുടെ തീരത്തെത്തി. ഈ കാണുന്ന വെള്ള പെയിൻ്റ് അടിച്ചിരിക്കുന്നതാണ് പള്ളിയുടെ മതിൽക്കെട്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ സൈഡിൽ ഒതുക്കി വെച്ചിട്ട് പള്ളിയുടെ കുറച്ച് കാഴ്ചകളിലേക്ക് പോകാം. ഈ പള്ളിയിൽ വെച്ച് ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. തമിഴ് സിനിമയായ വിനയ് താണ്ടി വരുവായുടെ കുറച്ച് രംഗങ്ങൾ ഈ പള്ളിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനുശേഷമാണ് കുട്ടനാടിനും ആലപ്പുഴയ്ക്കും പുറത്തേക്ക് ഈ പള്ളിയുടെ ശ്രദ്ധയാകർഷിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേർ കുട്ടനാട് കാണാൻ എത്തുന്നതിനൊപ്പം ഈ പള്ളിയും സന്ദർശിച്ചു പോകുന്നു. അവർക്കെല്ലാം പറയാനുള്ളത് ജെസ്സി നിന്ന ഇടം, ജെസ്സിയുടെ എൻഗേജ്മെൻറ്റ് നടന്ന ചർച്ച് എന്നൊക്കെയാണ്. ആ ചിത്രത്തിലെ തൃഷയുടെ ക്യാരക്ടറിൻ്റെ പേരാണ് ജെസ്സി എന്നുള്ളത്. കൂടാതെ ദിലീപ് ചിത്രമായ സൗണ്ട് തോമ, ദുൽഖർ സൽമാൻ ചിത്രം പട്ടം പോലെ, കുഞ്ചാക്കോ ബോബൻ ചിത്രം കുട്ടനാടൻ മാർപ്പാപ്പയുടെ ക്ലൈമാക്സ് സീൻ എന്നിവയിലെല്ലാം ഈ പള്ളി നമുക്ക് കാണാൻ സാധിക്കും. 500 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ദേവാലയം 4 തവണ പുതുക്കി പണിതു. റോമൻ കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ദേവാലയത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല വസ്തുക്കളും രേഖകളും സൂക്ഷിച്ചിട്ടുണ്ട്. ഈ പള്ളിയുടെ ചരിത്ര വഴിയിലേക്ക് നോക്കിയാൽ പുളിങ്കുന്നിലെ ഈ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിതമായത് AD 1450 ഏതാണ്ട് 575 വർഷത്തെ പഴക്കമുണ്ട് ഈ പള്ളിക്ക്. ക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമസ് ലീഹ സ്ഥാപിച്ച നിരണത്ത പള്ളിയിൽ കുട്ടനാട്ടിലെ ആദ്യകാല ക്രിസ്ത്യാനികൾ ആത്മീയ കാര്യങ്ങൾ ചെയ്തിരുന്നു. പിന്നീട് കല്ലൂർക്കാട് പള്ളി, അതായത് ചെമ്പക്കുളം ബസിലിക്ക പള്ളി സ്ഥാപിതമായതോടെ കുട്ടനാട്ടിലെ ക്രിസ്ത്യാനികളുടെ ആരാധനാ കേന്ദ്രം കല്ലൂർക്കാട് പള്ളിയായി. പുളുങ്കുന്നിലും പരിസര പ്രദേശങ്ങളിലും നസ്രാണികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഇവിടെ ഒരു പള്ളി സ്ഥാപിക്കാൻ അന്നത്തെ ക്രിസ്ത്യാനികളുടെ നേതാവായ ചാക്കാല ഈപ്പൻ തരകൻ്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ ആരംഭിച്ചു. പിന്നീട് അദ്ദേഹം ഈ പ്രദേശങ്ങളുടെ പ്രാദേശിക ഭരണാധികാരിയായിരുന്ന വടക്കംകൂർ കോയിക്കൽ തമ്പുരാനെ ഇവിടെ ഒരു പള്ളി പണിയുന്നതിനായി കാണുകയും തമ്പുരാൻ ആ അഭ്യർത്ഥന അനുവദിക്കുകയും ചെയ്തു. AD 1500 ശേഷം ചെമ്പകശ്ശേരി രാജാവ് ഈ പ്രദേശം കീഴടക്കുകയും തൻ്റെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ആ കാലത്ത് പുളുങ്കുന്ന് ഉൾപ്പെടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഒട്ടേറെ ക്രിസ്ത്യാനികൾ കുട്ടനാട്ടിലേക്ക് കുടിയേറി. 1557 പള്ളി പൊളിച്ച് പുനർനിർമ്മിക്കാൻ തീരുമാനിക്കുകയും തുടർന്ന് പോർച്ചുഗീസുകാരെ ഭയന്ന് വേഷം മാറി നടന്നിരുന്ന കേരളത്തിലെ അവസാന കൽദായ ബിഷപ്പിനെ ക്രിസ്ത്യൻ കുടുംബങ്ങൾ പുളുങ്കുന്നിലേക്ക് ക്ഷണിക്കുകയും പള്ളിയുടെ അടിത്തറ പാകുകയും ചെയ്തു. 1557 ഫെബ്രുവരി 4 പോൾ 4 മാർപ്പാപ്പ കൊച്ചി രൂപത സ്ഥാപിക്കുകയും പ്രദേശം മുഴുവൻ ഈ രൂപതയുടെ കീഴിലാക്കുകയും ചെയ്തു. ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ അന്നത്തെ കൊച്ചി ബിഷപ്പിൻ്റെയും പുളുങ്കുന്നിലെ വിശ്വാസികളുടെയും പ്രത്യേക താൽപ്പര്യമനുസരിച്ച് പള്ളി കൂദാശ ചെയ്യുകയും ദേവാലയത്തിന് കന്യകാമറിയം എന്ന് നാമം നൽകുകയും ചെയ്തു. അന്നു മുതൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനന തിരുനാളായ സെപ്റ്റംബർ 8 പുളുങ്കുന്ന് പള്ളിയിലെ പ്രധാന തിരുനാളായി ആഘോഷിക്കുന്നു. AD 1750 മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ചെമ്പകശ്ശേരി പ്രദേശം കീഴടക്കുകയും ഈ പ്രദേശം തിരുവിതാംകൂർ രാജ്യത്തോട് ചേർക്കുകയും ചെയ്തു. ഇതോടെ തിരുവിതാംകൂറിൽ നിന്നും നിരവധി വിശ്വാസികൾ കുട്ടനാട്ടിലേക്ക് കുടിയേറി. ഇപ്പോൾ കാണുന്ന കലാവിരുതുള്ള ഈ ബ്രഹ്മാണ്ഡ ദേവാലയം 1885 പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്.
ഇന്ന് കാണുന്ന ഈ രീതിയിൽ എട്ടുപട്ടത്തോടു കൂടിയ ദേവാലയം പണിയുവാൻ നേതൃത്വം നൽകിയത് ഈ ഇടവക അംഗം തന്നെയായിരുന്ന സ്രാമ്പിക്കൽ ഗീവർഗീസ് കത്തനാരാണ്. പള്ളിയുടെ ശിലാസ്ഥാപനവും ആദ്യ കല്ല് വെഞ്ചരിപ്പും ഈ ഇടവകക്കാരൻ തന്നെയായിരുന്ന വെളിയനാട് തോപ്പിൽ ഗീവർഗീസ് അച്ഛനാണ് നിർവഹിച്ചത്. പഴയ പള്ളിയുടെ അടിത്തറയിൽ തന്നെയാണ് പുതിയ പള്ളി പണിതിട്ടുള്ളത്. ഇപ്പോൾ കാണുന്ന ഹൈക്കല പഴയതു തന്നെയാണ്. പള്ളിപ്പണിയുടെ കാലത്ത് മെത്രാനച്ചൻ്റെ സെക്രട്ടറി ആയിരുന്ന പുളിങ്കുന്ന് പുരക്കൽ തോമാ കത്തനാർ വരപ്പിച്ച് നൽകിയ സ്കെച്ചും പ്ലാനും അനുസരിച്ചാണ് അന്ന് ഈ പള്ളി നിർമ്മിച്ചത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇരുമ്പിൻ്റെ പിരിയൻ ഗോവണിയും തടിയിൽ തീർത്ത കുമ്പസാരക്കൂടുകളും അൾത്താരയിലെ കൊത്തുപണികൾ എല്ലാം ഈ പള്ളിയുടെ പ്രത്യേകതയാണ്. ഗ്രാമീണ ഭംഗി നിറഞ്ഞതും അതിമനോഹരവും ബൃഹത്തുമായ ഈ പുണ്യപുരാതന ദേവാലയം നൂറ്റാണ്ടുകളായി കേരളത്തിൻ്റെ സുറിയാനി ക്രിസ്ത്യാനികളുടെ അഭിമാനമാണ്. അങ്ങനെ നസ്രാണി പൈതൃകത്തിൻ്റെ കലവറയായ ഈ പുളിങ്കുന്ന് ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമക്കാഴ്ചകൾ തേടി പോവുകയാണ്. ആറിന് കുറുകെയുള്ള ചെറിയ പാലം കടന്നു വേണം അക്കരെ എത്താൻ. ആശുപത്രിപ്പാലം എന്നാണ് പുളിങ്കുന്നുകാർ ഈ പാലത്തിനെ വിളിക്കുന്നത്. പാലത്തിന് തൊട്ടു മുന്നിൽ കാണുന്നതാണ് താലൂക്ക് ആശുപത്രി. കുട്ടനാട്ടുകാർ മിക്കവരും ഈ ആശുപത്രിയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. അങ്ങനെ പാലം കയറി ഇക്കരെ എത്തി. വീണ്ടും കുട്ടനാടിൻ്റെ നാട്ടുവഴികളിലൂടെ ഗ്രാമീണ കാഴ്ചകൾ ആസ്വദിച്ച് മുന്നോട്ട്.